ദേവദാരുവിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത് ഭഗവാൻ ശിവൻ്റെ ജനന രഹസ്യത്തെ പറ്റിയാണ്. അല്ലെ, ഭഗവാൻ ശിവൻ്റെ ജനനത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു കഥയാണ്, ആ ഒരു ഐതിഹ്യമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കിടാൻ പോകുന്നത്. ഭഗവാൻ ശിവൻ സംഹാരമൂർത്തിയാണ്. അല്ലേ, നമ്മുടെ ഹിന്ദു പുരാണ ഇതിഹാസമൊക്കെ അനുസരിച്ച് ഭഗവാൻ ശിവൻ സംഹാരമൂർത്തിയാണ്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും, അതുപോലെ ഭഗവാൻ ശിവനാണ് സംഹാരമൂർത്തി. സംഹാരമാണ് ഭഗവാൻ ശിവൻ്റെ ഒരു കർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശിവന് ഒരു ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ ശിവന് നമ്മൾ ധാരാളം പൂജകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ധാരാളം പൂജകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂവളത്തില മാല സമർപ്പിക്കലും ജലധാരയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ വഴിപാടുകൾ ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ടൊക്കെ നാം ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഭഗവാൻ ശിവൻ്റെ തിരുനെറ്റിയിൽ ഒരു മൂന്നാമതായിട്ടൊരു തൃക്കണ്ണുണ്ട്. ആ കണ്ണ് തുറന്നാൽ ഈ ലോകം തന്നെ ഭസ്മമായി പോകുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അതുപോലെ ഭഗവാനെ ആ മഹാദേവൻ്റെ ആ ജനനത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ശിവഭഗവാന്റെ ജനനത്തിൻ്റെ പിന്നിൽ രസാവഹമായ ഒരു കഥ തന്നെയാണ് ഉള്ളത്. അതിങ്ങനെയാണ്. ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷ്ണമായി ജ്വലിക്കുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ തൂണിൻ്റെ ഒരഗ്രഹം ആകാശത്തെ കീറി മുറിച്ചും മറ്റേ അഗ്രഹം പാതാളത്തെ കീറി മുറിച്ചും പോയിരുന്നു. ഇത് കണ്ട് അതിശയോക്തി പൂണ്ട ദേവന്മാരും ആ രണ്ട് ദേവന്മാർ, അതായത് ബ്രഹ്മാവും വിഷ്ണുവും, ഇതിലാരാണ് ഏറ്റവും ശക്തിമാൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പുതിയൊരു ഉപാധി വെച്ചു. അപ്പോൾ തർക്കം ഇങ്ങനെ മൂർച്ഛിച്ച് വരികയാണ്. അപ്പോഴാണ് ഈ ഒരു ഉപാധിയായി വെക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഈ തേജോമയമായ തൂണിൻ്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ. അതായത് പാതാളത്തിൽ നിന്നും ആകാശത്തേക്ക് പോകുന്നതിൻ്റെ ആ തൂണിൻ്റെ അഗ്രം അവസാനം അത് ആരാണോ കണ്ടെത്തുന്നത് അവരാണ്. വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അവർ തമ്മിലുള്ള ആ തർക്കത്തിൻ്റെ ഉപാധി ഇതാണ്. ഇതിൻ്റെ ഏറ്റവും അഗ്രം കണ്ടുപിടിക്കുക. ശേഷം ബ്രഹ്മദേവൻ സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം കൊണ്ട് താഴേക്കും, മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപമെടുത്ത് തൂണിൻ്റെ അഗ്രം കണ്ടെത്താൻ മേലോട്ടും കുതിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. കാലങ്ങളോളം നീണ്ട ഈ തിരച്ചിലിൽ അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഇത് രണ്ടുപേരിലും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ തിരികെ എത്തിയ ഇരുവര് രണ്ടുപേരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ്. അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിവുണ്ടായത്. ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നതാണ് ആ ശക്തിയെന്ന് അവർ മനസ്സിലാക്കി. ശിവന് ജനനമോ മരണമോ ഇല്ല. മനുഷ്യൻ്റെ സാമാന്യ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ശിവഭഗവാന്റെ ജീവിതചര്യകൾ. സ്വയം ശക്തികളുടെയും ഉറവിടമായ ശിവൻ ശ്മശാനങ്ങളിൽ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവഭഗവാൻ ദിക്ക് വസ്ത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരനെന്നും അറിയപ്പെടുന്നു. ഭഗവാന് ധാരാളം പേരുകളുണ്ട്. അതിൽ ദിക്ക് വസ്ത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് ദിഗംബരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ചഭൂതങ്ങളാൽ കേളികളാടുന്ന ശിവൻ തൻ്റെ താണ്ഡവ നടനം കൊണ്ട് നടരാജനായും അറിയപ്പെടുന്നു. ഹിമാലയ സാനുക്കളിൽ കഠിന തപസ്സിൽ മുഴുകുന്ന ഭഗവാൻ തൻ്റെ ഭക്തർക്ക് മുന്നിൽ സദാ പ്രത്യക്ഷനാകുമെന്നും വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ടാണ് കൈലാസനാഥൻ എന്ന ഭഗവാൻ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിട്ട എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ
അതിൽ ഇന്ന് ഭഗവാൻ ശിവൻ്റെ ജനന രഹസ്യമാണ് ഞാൻ വിശദീകരിച്ചത്. ചെറിയൊരു വിശദീകരണമാണ് നൽകിയത്. അപ്പോൾ ഇത് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവനാണ് മഹാദേവൻ. എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് എല്ലാം നടത്തി തരുന്ന മഹാദേവനാണ്. അപ്പോൾ ദേവനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ചെറിയൊരു വിശദീകരണം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോയൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ നന്ദി, നമസ്കാരം.